സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. തുംഗഭദ്ര നദീതീരത്തിൽ ആത്മദേവൻ ഈ മനുഷ്യ ശരീരത്തിൽ ഈ ജീവാത്മാവിനെ ദേവനായി മനസ്സിലാക്കണം. ആ ആത്മദേവൻ്റെ ഭാര്യ ദുന്ധുലി. ദുന്ധുലി പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിക്കും ഈ ജീവനുക്കും ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു പഴം കിട്ടി. അത് എന്താണ് പഴം? ജ്ഞാനമാകുന്ന പഴം. പക്ഷേ എന്ത് ചെയ്തു? ആ ജ്ഞാനപ്പഴം ഈ ദുന്ധുളി ബുദ്ധി സ്വീകരിക്കാതെ എന്ത് ചെയ്തു? സഹോദരി കയ്യിൽ കൊടുത്തു. സഹോദരി പറഞ്ഞത് ഇവിടെ മനസ്സാണ്. ബുദ്ധിയുടെ സഹോദരി മനസ്സാണ്. അപ്പോൾ ബുദ്ധി കൊണ്ട് നമ്മൾ ഇന്ദ്രിയ സൗഖ്യങ്ങളാണ് കൂടുതൽ നേടുന്നു. അപ്പോൾ മനസ്സ് എന്ത് ചെയ്തു? ഉപദേശം കൊടുത്തു. ഈ പഴം പശുവിനെ കൊടുത്തോളൂ. ഗോ പറഞ്ഞാൽ പശു, ഗോ പറഞ്ഞാൽ ഇന്ദ്രിയം. ആ ജ്ഞാനം കൊണ്ട് മനുഷ്യൻ ജ്ഞാനം കൊണ്ട് നേടേണ്ടത് ജ്ഞാനം ആരാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് ഇല്ലാതെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹാത്മാ എന്ത് ചെയ്തു? വീണ്ടും ഒരു അവതാരം ചെയ്തു. പഴം കൊടുത്ത മഹാത്മാ ഗോകർണനായി ജനിച്ച് വീണ്ടും ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിനെ രക്ഷിച്ച ചരിത്രമാണ് മഹാത്മ്യം. പിന്നെ വരാഹാവതാരം ഇന്നലെ നമ്മൾ കേട്ട് കഴിഞ്ഞു. വരം പറഞ്ഞാൽ ശ്രേഷ്ഠം, അഹസ് പറഞ്ഞാൽ പകൽ, വരാഹം പറഞ്ഞാൽ നല്ല പകൽ, സുദിനം എന്നാണ് അർത്ഥം. എന്നാണ് സുദിനം? ഭാഗവതം തുടങ്ങുന്ന ദിവസമാണ് സുദിനം. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ആദ്യത്തെ ദിവസം വരാഹാവതാരം. അങ്ങനെ വരാഹ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുവരുന്നു. വരാഹ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും വന്നു എന്നാണ് പറയുന്നു. ബ്രഹ്മാവ് പറഞ്ഞാൽ 4 തലമുള്ള ആൾ വിചാരിക്കേണ്ട. 4 വേദങ്ങളാണ് ബ്രഹ്മാവായിട്ട് ഇവിടെ വർണ്ണിക്കുന്നു. സ്വയം വേദമയോ വിധാത. അപ്പോൾ വേദം നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു? യജ്ഞത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നു, യാഗത്തെക്കുറിച്ച്. യാഗശാലയിൽ ഒരു ഫോട്ടോ എടുത്താൽ അത് വരാഹത്തിൻ്റെ ഷേപ്പിലായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യജ്ഞവരാഹൻ, യജ്ഞം വേദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നു. ആ യജ്ഞവരാഹൻ ഭൂമിയെ ഉയർത്തി നിൽക്കുന്നു. പറഞ്ഞാൽ എന്തർത്ഥം? ധർമ്മത്തിൻ്റെ ആധാരത്തിൽ ഭൂമി നിൽക്കുന്നു. ധർമ്മം കുറഞ്ഞാൽ എന്താവും? സുനാമി ഉണ്ടാവും. അപ്പോൾ സുനാമി വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സുനാമിയായ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. ഇടയ്ക്കിടയ്ക്ക് ജപിക്കാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജപിക്കേണ്ടതാണ്. സമയം കിട്ടുന്ന സമയത്തിലെങ്കിലും നമ്മൾ നാമം ജപിക്കണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ മതി. അപ്പോൾ എന്താവും? നമ്മൾ ഈ സുനാമിയിൽ മുങ്ങാതെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അതാണ് ധർമ്മത്തിൻ്റെ ആധാരത്തിലാണ് വരാഹഭഗവാൻ. വരാഹഭഗവാൻ ധർമ്മത്തിൻ്റെ ആധാരത്തിൽ ഭൂമി നിൽക്കുന്നു. ഹിരണ്യാക്ഷൻ ഈ ഭൂമിയെ വെള്ളത്തിൽ കൊണ്ടാക്കി പറയുന്നു. ഹിരണ്യാക്ഷൻ പറഞ്ഞാൽ അർത്ഥം, ഹിരണ്യം പറഞ്ഞാൽ സുവർണം എന്നാണ് അർത്ഥം. സുവർണം വേണം ആഗ്രഹിച്ചിട്ടാണ് ജനങ്ങളൊക്കെ ഈ ദുഃഖസാഗരത്തിൽ മുങ്ങുന്നു. അപ്പോൾ വരാഹപ്പെരുമാൻ, ജ്ഞാനസ്വരൂപനായ വരാഹപ്പെരുമാൻ, വിദ്യാഗുരവേ നമോ നമഃ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. വിദ്യാഗുരുവാണ് വരാഹപ്പെരുമാൻ. ആ ഭൂമി ഉയർത്തി കൊണ്ടുവന്ന ഭഗവാൻ മനുവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്താ കാരണം?
നമ്മൾ സ്വയം അനുഭവിക്കുന്നതൊക്കെ അടുത്തവർക്ക് കൊടുക്കുമ്പോഴാണ് തൃപ്തി ഉണ്ടാവുള്ളൂ. തൃപ്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ അടുത്തവർക്ക് കൊടുക്കുമ്പോഴേ തൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭഗവാൻ വരാഹ പെരുമാൻ ഭൂമി ഉയർത്തി കൊണ്ടുവന്ന് മനുവിൻ്റെ കയ്യിൽ രക്ഷിക്കാൻ കൊടുത്തു എന്നാണ് നമ്മൾ കേട്ടു. പിന്നെ അതിനുശേഷം കപിലാവതാരം കേട്ടു. അവിടെ കർദമൻ എന്ന മഹാത്മാവ്, ദമം പറഞ്ഞാൽ ദമ ഇന്ദ്രിയ സംയമ, ഇന്ദ്രിയങ്ങളെ അടക്കിയ ആളാണ് കർദമൻ. കർദമൻ തപസ് ചെയ്ത് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദേവഹൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ദേവന്മാരെ വിളിക്കാൻ കഴിവുള്ള ശക്തിയുള്ള പെൺകുട്ടിയാണ് ദേവഹൂതി. ഇവർ രണ്ടുപേരും കുറേ കാലം തപസ് ചെയ്തു. അപ്പോൾ ആദ്യം 9 പെൺകുട്ടികൾ ഉണ്ടായി. 9 പെൺകുട്ടികൾ പറയാൻ എന്താ കാരണം? ഭക്തി സ്ത്രീലിംഗമാണ്. 9 പെൺകുട്ടി പറഞ്ഞാൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിയം. 9 ഭക്തി ചെയ്താൽ പിന്നെ കപിലൻ. കപിലൻ പറഞ്ഞാൽ ഭക്തി ചെയ്യുന്നവർക്ക് കപിലനായ ജ്ഞാനാവതാരം, ജ്ഞാനം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് 9 പെൺകുട്ടികൾക്ക് ശേഷം കപിലൻ അവതാരം ചെയ്തു. ആ കപില ഭഗവാനാണ് അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു. സാധാരണ അമ്മമാർ കുട്ടികൾക്ക് ഉപദേശിക്കാറുണ്ട്. അതേപോലെ അച്ഛന്മാർ കുട്ടികളെ ശിക്ഷിക്കാറുണ്ട്. അച്ഛനും അമ്മയും കുട്ടികൾക്ക് ഉപദേശം ചെയ്യണം. പക്ഷേ നമ്മുടെ സമ്പ്രദായത്തിൽ വലിയ ആൾ ചെറിയ ആൾ നോക്കാറില്ല. യുക്തിയുക്തം വചോഗ്രാഹ്യം ബാലാദപി ശുകാദപി. യുക്തിയുക്തമായ യുക്തിയായിട്ട് ഒരു ചെറിയ കുട്ടി പറഞ്ഞാലും അത് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ വയസ്സ് നോക്കേണ്ട ആവശ്യമില്ല. അത് തമിഴ്നാട്ടിൽ സ്വാമിമലയിന് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ അച്ഛനുക്ക് മകൻ ഉപദേശിച്ച സ്ഥലമാണ്. സാധാരണ അച്ഛൻ, ശിവൻ വലിയ ആളല്ലേ, അച്ഛൻ മുകളിലിരിക്കണം, മകൻ താഴെ ഇരിക്കണം. ഇവിടെ എന്താ, ഈ അച്ഛൻ ശിവൻ്റെ അമ്പലം താഴെയാണ്, മകൻ്റെ അമ്പലം മുകളിലാണ്. 60 പടി കയറി ചെന്നാലേ സ്വാമിമലയിൽ മുരുകനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താ കാണിക്കുന്നു? മഹാദേവൻ വലുപ്പം മുഖ്യമില്ല, ജ്ഞാനമാണ് മുഖ്യം. ഇപ്പോൾ 100 വയസ്സ് ഒരു കഴുതിക്ക് ആയി പറഞ്ഞിട്ട് ആരെങ്കിലും കഴുതയെ നമസ്കരിക്കാറുണ്ടോ? വയസ്സ് പ്രാധാന്യമില്ല. ജ്ഞാനം ചെറിയ കുട്ടിക്ക് ഉണ്ടെങ്കിലും ആ ചെറിയ കുട്ടിയായാലും നമുക്ക് നമസ്കരിക്കാം. അതാണ് അവിടെ സ്വാമിമലയിൽ കാണിക്കുന്നു. അവിടെ മകൻ അച്ഛനക്ക് ഉപദേശിക്കുന്നു. ഇവിടെ മകൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന സ്ഥലമാണ് കപില ദേവഹൂതി സംവാദം. ഇത് മാറ്റണോ? നാമം ജപിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ നമഃ. അച്ഛനുക്ക് മകൻ ചെയ്ത ഉപദേശമാണ് സ്വാമിമലയിൽ. പിന്നെ സിദ്ധപൂർന്ന് ഒരു ക്ഷേത്രമുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ഒരു 4 മണിക്കൂർ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്താൽ 2-3 മണിക്കൂർ പോയാൽ മതി. സിദ്ധപൂർ അവിടെ വച്ചിട്ടാണ്, ഗുജറാത്തിലാണ് ആ ക്ഷേത്രം. മകൻ അമ്മയ്ക്ക് ചെയ്ത ഉപദേശമാണ്. 9 അധ്യായത്തിലാണ് ഉപദേശം ചെയ്യുന്നു. കാരണം 9 പ്രകൃതിയിൽ ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇരീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ. 8 പ്രകൃതിയെ കടന്നു ചെല്ലണമെന്നാണ് ഭഗവാൻ പറയുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ 25-ാമത്തെ അധ്യായത്തിലാണ് തുടങ്ങുന്നു കപിലൻ്റെ ഉപദേശം. ആദ്യം അച്ഛനുക്ക് ഒരു അധ്യായത്തിൽ ഉപദേശിക്കുന്നു. ഒരു അധ്യായത്തിൽ ഒരു ചെറിയ ഉപദേശമേ ഉള്ളൂ അച്ഛനുക്ക് ചെയ്ത ഉപദേശം. ദ്വന്ദ്വമായിട്ട് എന്ത് വരുന്നുവോ, ശീതം ഉഷ്ണം, സുഖം ദുഃഖം, മാനം അപമാനം, ലാഭം നഷ്ടം, ജയം പരാജയം, ഇതെല്ലാം സമമായി കണക്കാക്കണം. ഇതുതന്നെയാണ് ജ്ഞാനയോഗം. ഇപ്പം ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ ചിലവ് ഒന്നുമില്ല. ഇപ്പം ഭക്തിയോഗം ചെയ്യണമെങ്കിൽ പൂജയ്ക്ക് പൂവ് വേണം, പിന്നെ എണ്ണ വേണം, വിളക്ക് തിരി, കൂടുതൽ സാധനം വേണ്ടി വരും. അതുപോലെ കർമ്മയോഗം ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സാധനം, യാഗം ചെയ്യാൻ വേണ്ടിയുള്ള നെയ്യ് മുതലായ സാധനങ്ങൾ വേണം. ജ്ഞാനയോഗത്തിന് സാധനം നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം കിട്ടുന്നതാണ് സുഖം ദുഃഖം മാനം അപമാനം. ഇതൊക്കെ
അത് തുല്യമായിട്ട് കണക്കാക്കണം. അതാണ് ജ്ഞാനയോഗം. അച്ഛനൊക്കെ ഉപദേശം കൊടുത്തു. അച്ഛൻ പുറപ്പെട്ടു ചെന്നു. കാരണം അച്ഛൻ അത് പറ്റിയ ആളായിരുന്നു. ഒരു പ്രാവശ്യം തത്വമസി പറഞ്ഞപ്പോൾ മതി അത് ഒരു പ്രാവശ്യം തത്വമസി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലായി. ചാന്തോക്യ ഉപനിഷത്തിൽ ശ്വേതകേതുവിന് 9 പ്രാവശ്യം തത്വമസി തത്വമസി ശ്വേതകേതോ തത്വമസി ശ്വേതകേതോ പറഞ്ഞു. നമുക്ക് 9 പ്രാവശ്യം ഇല്ലേ, 90 പ്രാവശ്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവണില്ലേ. അതിനു വേണ്ടിയാണ് എല്ലാവരും ബുദ്ധിമുട്ടി ഇരുമുടി കെട്ടും എടുത്ത് 48 ദിവസം വ്രതം ഇരുന്ന് നടന്ന് ചെന്ന് 18 പടിയും കയറി ചെന്ന ശേഷമാണ് അയ്യപ്പൻ പറയുന്നു തത്വമസി, ഞാൻ തന്നെയാണ് നീ. അയ്യപ്പൻ നമുക്ക് ഉപദേശം കൊടുക്കുന്നു. എന്തായാലും ഇവിടെ ഉപദേശം കൊടുത്തപ്പോൾ തന്നെ അച്ഛൻ പുറപ്പെട്ടു തന്നു. അമ്മയുടെ അടുത്ത് കുട്ടിയായി കളിച്ചുകൊണ്ടിരിക്കുന്നു കപില ഭഗവാൻ. ഒരു ദിവസം അമ്മയ്ക്ക് ഉപദേശം ചെയ്തിട്ട് പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അമ്മ അടുത്ത് വന്നു. കാരണം ഭഗവാന്റെ അടുത്ത് നമ്മൾ ചെല്ലണമെങ്കിൽ ഭഗവാൻ സങ്കല്പിക്കണം. നമുക്ക് തിരുപ്പതി, ഗുരുവായൂർ മുതലായ ക്ഷേത്രങ്ങൾക്ക് പോകണമെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ ഗുരുവായൂരപ്പൻ വിചാരിക്കണം ഇയാൾ വരട്ടെ, അപ്പോഴേ നമുക്ക് അവിടെ പോയി തൊഴാൻ പറ്റുള്ളൂ. ചില ആളുകൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പറയും എനിക്ക് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ദർശനത്തിന് ടിക്കറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേറെ ആളെ പറഞ്ഞു വിടും. എന്താ കാരണം? അവിടുത്തെ ഭഗവാൻ വിളിച്ചിട്ടില്ല. ഭഗവാൻ വിളിക്കുമ്പോഴേ നമുക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ. അതുപോലെയാണ് ഇവിടെ മനസ്സുകൊണ്ട് ഭഗവാൻ വിളിച്ചു അമ്മയെ. അങ്ങനെ മനസ്സുകൊണ്ട് അമ്മയ്ക്ക് ഉപദേശം ചെയ്യുന്നു. മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോൾ തന്നെ അമ്മ അടുത്ത് വന്നു, നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധം മോക്ഷം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ബന്ധം പറഞ്ഞാൽ എന്താണ്, മോക്ഷം പറഞ്ഞാൽ എന്താണെന്ന് അമ്മയുടെ ചോദ്യം. അപ്പോൾ കപില ഭഗവാൻ ഉപദേശിക്കുന്നു. മതിരിക ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. മതിരിഹ ഗുണസക്ത ബന്ധകൃത്. മതി നമ്മുടെ ബുദ്ധി ഗുണങ്ങളിൽ, ഗുണം പറഞ്ഞാൽ വിഷയസുഖങ്ങളിൽ പോയാൽ അത് ബന്ധമായി തീരും. തേഷ്വസക്ത ത്വമൃതകൃത്. വിഷയസുഖങ്ങളിൽ പെടാതെ ഭഗവാന്റെ അടുത്ത് തിരിച്ചു വിട്ടാൽ അത് അമൃതകൃത്, അതാണ് മോക്ഷം. ഇന്ദ്രിയങ്ങൾ പുറത്ത് ചെന്നാൽ ബന്ധം, ഉള്ളിലേക്ക് ചെന്നാൽ മോക്ഷം. ബന്ധ ഇന്ദ്രിയ വിക്ഷേപ മോക്ഷ ഏഷാഞ്ച സംയമ. ഈ മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നു. മനയേവ മനുഷ്യസ്യ കാരണം ബന്ധമോക്ഷയോഹോ. ആ മനസ്സ് ഇങ്ങനെ മാറ്റിയാൽ മതി. ഉലകത്തിലേക്ക് പോവാതെ ഭഗവാന്റെ അടുത്ത് തിരിച്ച് വിട്ടാൽ മതി. ഈ മനസ്സ് മാറ്റണം പറഞ്ഞാൽ മൈക്ക് പോലെ ഇങ്ങനെ ആ മൈക്ക് ഇങ്ങോട്ട് മാറ്റി, അങ്ങനെ മൈക്ക് മാറ്റുന്നത് പോലെ മനസ്സ് മാറ്റാൻ വയ്യ. അതിൽ മനസ്സ് മാറ്റാം. എങ്ങനെ മാറ്റണം? ആ മനസ് 2 എഴുത്തുണ്ടല്ലോ, അതിങ്ങനെ മാറ്റിയാൽ മതി. നമ മന നമന് മാറ്റി ഭഗവാനെ നമസ്കരിച്ച് നമുക്ക് ഭക്തി ചെയ്താൽ നമുക്ക് എളുപ്പം. കാരണം ശരിക്കും ബന്ധം തന്നെ ഇല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. കുരങ്ങന്മാരെ പിടിക്കാൻ എന്ത് ചെയ്യും? കമ്പി വെച്ച് ഒരു മരക്കൂട് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കടലയിട്ട് വയ്ക്കും. കുരങ്ങന്മാർ എന്ത് ചെയ്യും? ആ കമ്പിയുടെ ഇടവഴി കൂടി കൈവിട്ട് കടല എടുക്കും. കടല എടുത്തു കഴിഞ്ഞാൽ കൈ മുഷ്ടിയാവും, എടുക്കാൻ പറ്റാതാവും. അപ്പോൾ കുരങ്ങൻ വിചാരിക്കും നമ്മളെ കട്ടിയിട്ടു. കുരങ്ങനെ കട്ടിയിട്ടിട്ടില്ലേ? കടലിലുള്ള ആഗ്രഹം ഉപേക്ഷിച്ചാൽ മതി, കൈ ചെറുതാവും, രക്ഷപ്പെടാൻ സാധിക്കും. കടലയും എടുത്ത് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ കുരങ്ങൻ ബന്ധപ്പെടുന്നു. അതുപോലെയാണ് നമ്മളും ഓരോരോ ആഗ്രഹങ്ങൾ കൊണ്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചാൽ മതി. പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് അഭ്യസിക്കാൻ പണ്ട് ഇത്രയും സാധനം ഉണ്ടായിട്ടില്ലേ? ഫ്രിഡ്ജ്, TV, മൊബൈൽ ഒന്നുമില്ലേ? സമാധാനമായിട്ട് ജീവിച്ചിരുന്നു.
ഇപ്പോൾ എല്ലാം ഉണ്ടായിട്ടും സമാധാനം മാത്രമേ ഇല്ല. എന്താ കാരണം? അവർ ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ അവർ പഠിച്ചിരുന്നു. നമുക്ക് ഇന്ന് വേണം 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 ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂടി കൂടി പോകുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നു ഭഗവാൻ മാറ്റി ചേതഃഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. അപ്പോൾ ഈ മനസ്സ് ഭഗവാന്റെ അടുത്ത് തിരിച്ചുവിടാനുള്ള കഴിവുള്ള മഹാത്മാക്കളുടെ അടുത്ത് ചെല്ലണം. മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ. മഹാത്മാക്കളെ ആശ്രയിക്കണം പറഞ്ഞപ്പോൾ മഹാത്മാക്കൾ എങ്ങനെ ഇരിക്കും ചോദിക്കുമ്പോഴാണ് ഇവിടെ മഹാത്മാക്കളുടെ ലക്ഷണം ഭഗവാൻ എടുത്തു പറയുന്നു. 25-ാം അധ്യായത്തിൽ 21 മുതലുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നു. തിതിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. തിതിക്ഷവഃ മഹാത്മാക്കളുടെ പ്രധാന ഒരു ഗുണമാണ് തിതിക്ഷ. തിതിക്ഷ പറഞ്ഞാൽ എന്തർത്ഥം? എല്ലാ ദുഃഖങ്ങളെയും സഹിക്കണം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം. അതിനൊരു ദുഃഖങ്ങളെ ചില ആൾ ആരെങ്കിലും ദുഃഖിപ്പിച്ചാൽ അത് സഹിക്കും, പിന്നെ കാണിച്ചു തരാം, അങ്ങനെ മനസ്സിൽ വിചാരിക്കും. അത് പാടില്ല. സഹനം അപ്രതീകാരപൂർവകം. സുഖം ദുഃഖം എന്ത് കിട്ടിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം. ആ ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ച് അത് പറഞ്ഞുകൊണ്ട് അടുത്തവരോട് പറഞ്ഞ് അവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അതാണ് നമ്മളൊക്കെ നമുക്കൊരു ദുഃഖം വന്നാൽ അടുത്തവരുടെ അടുത്ത് തുറന്ന് പറയും, ഞാൻ നിങ്ങളുടെ ദുഃഖിക്കുന്നു. ഉടനെ അവർ തുടങ്ങും, എൻ്റെ കഥ കേട്ടോളൂ. അത് കേട്ടാൽ ഇത് രാമായണം മതി, അത് മഹാഭാരതമായിരിക്കും. അപ്പം നമ്മുടെ ദുഃഖം കുറവാണ് പിന്നെ മനസ്സിലാവും. അങ്ങനെ അതേക്കുറിച്ച് ചിന്ത വിലാപമൊക്കെ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് തിതിക്ഷ എന്ന് പറയുക. തിതിക്ഷവഃ. തിതിക്ഷ പറഞ്ഞാൽ ക്ഷമ, പൊറുമയാണ്. മഹാരാഷ്ട്രത്തിൽ ഏകനാഥൻ പേരുള്ള മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹം കുളിക്കാൻ പോയപ്പോൾ ഒരു മ്ലേച്ഛൻ എന്ത് ചെയ്തു? വെറ്റിലപ്പാക്കിട്ട് മുറുക്കി അദ്ദേഹത്തിന് തലയിൽ തുപ്പി. അദ്ദേഹം വീണ്ടും കുളിച്ച് വന്നു. രണ്ടാമത്തെ പ്രാവശ്യം തുപ്പി. ഇങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിയായി. ഇദ്ദേഹം കുളിച്ച് പറഞ്ഞു. ഈ വെറ്റിലപ്പാക്ക് മുറുക്കി തുപ്പിയ ആൾക്ക് പല്ലുമൊക്കെ വേദനിക്കാൻ തുടങ്ങി. അയാൾ താഴോട്ട് വന്ന് ചോദിച്ചു, ഞാൻ പല ആൾക്കാരുടെ തലയിൽ തുപ്പിയിട്ടുണ്ട്, എല്ലാവരും എന്നെ ചീത്ത വിളിക്കും, നിങ്ങൾ എന്നോട് ചീത്ത വിളിച്ചിട്ടില്ലല്ലോ, എന്താ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഗോദാവരി പുണ്യനദിയിൽ ഞാൻ 1 പ്രാവശ്യമേ കുളിക്കാറുള്ളൂ എല്ലാ ദിവസവും. നീ തുപ്പിയത് കണ്ട് എനിക്ക് 108 പ്രാവശ്യം കുളിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതാണ് എല്ലാം പോസിറ്റീവായി എടുത്തു അദ്ദേഹം. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഭഗവാനെ പൂജിക്കാൻ പോകുന്നു, നീ തുപ്പിയാൽ ഒന്ന് കുളിച്ചാൽ അത് ശുദ്ധമാവും. നീ തുപ്പിയത് കൊണ്ട് എനിക്ക് കോപം ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സും കൂടി അശുദ്ധമാവും. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തലയിൽ മുറുക്കി തുപ്പിയപ്പോഴും അദ്ദേഹം ക്ഷമയോടിരുന്നു. അതാണ് തിതിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. അങ്ങനെ മഹാത്മാക്കൾ എൻ്റെ കഥ പറഞ്ഞു നടക്കും. അവരുടെ കഥ കേൾക്കാൻ എനിക്കും താല്പര്യം ഉണ്ട്. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോയി ഇരിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തൈർദർ പശ്യന്തി തേ മേ രുചിരാണി. ആ മഹാത്മാക്കളുടെ അടുത്ത് ഭഗവാൻ കൈവല്യം തരാൻ പറഞ്ഞാൽ വേണ്ടാൻ പറയുന്നു. നൈകാത്മതാം മേ സ്പൃഹയന്തി കേചിത് മത്പാദസേവാഭിരതാ മദീഹാഃ. കൈവല്യം പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവാനായിട്ട് മാറുന്നതാണ് കൈവല്യം. അത് മഹാത്മാക്കൾ ഇച്ഛിക്കില്ല. എന്താ കാരണം? ഭഗവാനായി മാറുന്നതേക്കാൾ ഭഗവാന്റെ ദാസനായി ഇരിക്കുമ്പോഴാണ് കൂടുതൽ അനുഭവം. ഇവിടെ രാമകൃഷ്ണ പരമഹംസൻ നല്ല ഉദാഹരണം പറയും. ഒരു പാത്രത്തിൽ ചെറിയ കിണ്ണത്തിൽ തേന് വച്ചിരുന്നു. തേന് കുടിക്കാൻ വേണ്ടി 2 ഈച്ച വന്നു. ഒരു ഈച്ച ആവേശത്തിൽ വേഗം തേനിൽ തന്നെ ചാടി തേനായി മാറി. വേറെ ഒരു ഈച്ച എന്ത് ചെയ്തു? ആ പാത്രത്തിൻ്റെ വക്കിലിരുന്ന് പതുക്കെ അത് ആസ്വദിക്കുന്നു. തേനിൻ്റെ ഒപ്പം തേനായി മാറിയ ഈച്ചയേക്കാൾ അത് മാറി നിന്ന് തേൻ ആസ്വദിക്കുന്ന ഈച്ചയ്ക്കാണ് കൂടുതൽ ആനന്ദം.
അതുപോലെ ഭഗവാനായിട്ട് മാറുന്നതേക്കാൾ ഭഗവാന്റെ ഭക്തനായിരുന്ന് ഭഗവാനെ സേവിക്കുമ്പോഴാണ് കൂടുതൽ ആനന്ദം എന്ന് മഹാത്മാക്കൾ പറയുന്നു. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നു, നൈകാത്മതാമേ സ്പൃഹയന്തി കേചിത് ഏ അന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. ഈ മഹാത്മാക്കൾ ഓരോരോ ക്ഷേത്രത്തിലും എന്നെ തൊഴാൻ വരും. നമ്മുടെ ഭാരതദേശത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ്? 108 പ്രധാനമായ വിഷ്ണു ക്ഷേത്രങ്ങൾ, 271 ശിവക്ഷേത്രങ്ങൾ, കൂടാതെ എവിടെ പോയാലും ക്ഷേത്രങ്ങളാണ്. അവിടെ പോയി ഭഗവാന്റെ ദിവ്യ രൂപങ്ങളെ കാണണം. രുചിരാണി പ്രസന്ന വക്താരുണലോചന. ആ ഭഗവാന്റെ പുഞ്ചിരി കണ്ടാൽ തന്നെ നമ്മുടെ ദുഃഖമൊക്കെ മാറും. രൂപാണി വെറുതെ രൂപമായിട്ടിരിക്കില്ലേ, ദിവ്യങ്ങളാണ് അതൊക്കെ. സാധാരണ കല്ലായാലും അത് നാമം ജപിച്ച് മന്ത്രം ജപിച്ച് അത് ദിവ്യരൂപമായി മാറുന്നു. അത് ഭക്തന്മാർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവില്ലേ. ഒരു ശില്പി എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് 2 കഷ്ണമാക്കി, അതിൽ ഒന്ന് ഭഗവാന്റെ വിഗ്രഹം കൊത്തിവെച്ചു, വേറെ ഒന്ന് അമ്പലത്തിൻ്റെ പടിയായി ഇട്ടു. അപ്പോൾ പടിക്കല്ലായിരിക്കുന്ന ആ കല്ല് പറയുന്നു, ഞാനും ആ വിഗ്രഹവും ട്വിൻസാണ്, ഒരേ കല്ലിൽ ഉണ്ടായ ആളാണ്. ഈ വിഡ്ഢികൾ എല്ലാവരും എന്നെ ചവിട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ പാല് തേന് ചന്ദനം എല്ലാം സമർപ്പിക്കുന്നുണ്ടല്ലോ. രണ്ടും ട്വിൻസ് തന്നെ, ഒരേ കല്ലിൽ നിന്ന് വന്നതാണ്. പക്ഷേ അത് കൂടുതൽ കൊത്തു വാങ്ങിയതാണ്. മാത്രമില്ല, അതിന് ദിവ്യത്വം കൊടുക്കാൻ വേണ്ടി മന്ത്രജപവും നാമജപം വേദജപം അതൊക്കെ ആയപ്പോൾ ദിവ്യമായി തീരും. അതുപോലെയാണ് നമ്മളുടെ ശരീരവും മഹാത്മാക്കളുടെ ശരീരം ഒന്ന് പോണതാണ്. മഹാത്മാക്കളെ എങ്ങനെ സ്പെഷ്യൽ പൂജയൊക്കെ പൂർണ്ണകുംഭമൊക്കെ എന്തേ നൽകണം? ചില ആൾ ചോദിക്കും. മഹാത്മാക്കൾ കാരണം നമ്മുടെ വീടും അമ്പലത്തിൻ്റെ ഭിത്തിയും ഒരേ കല്ല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടിക തന്നെ ഒരേ കല്ല് തന്നെ, അമ്പലത്തിൻ്റെ കല്ലും ഒന്ന് തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ കല്ലും ഒന്ന് തന്നെയാണ്. പക്ഷേ അമ്പലത്തിൻ്റെ ഇടപെടുമ്പോൾ എല്ലാവരും ഇങ്ങനെ തൊഴുതു പോകും. ഓരോ വീട്ടിലിങ്ങനെ തൊഴാറില്ലല്ലോ. അതേപോലെ നമ്മുടെ ശരീരവും മഹാത്മാക്കളുടെ ശരീരവും ഒരേപോലെയാണ്. രക്ത അസ്ഥി മാംസമയമായ ശരീരം തന്നെയാണ്. പക്ഷേ അമ്പലത്തിൽ തൊഴാൻ കാരണം അമ്പലത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുപോലെ മഹാത്മാക്കൾ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്നു. അവർ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വലിയ മഹാത്മാക്കൾ വരുമ്പോൾ നമ്മൾ പൂർണ്ണകുംഭം കൊടുക്കുന്നു, അവർ നമസ്കരിക്കുന്നു. ഇത് കാരണം അവർ ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കാരണം. രൂപാണി ദിവ്യാണി വരപ്രദാനി. ചോദിച്ച വരങ്ങളൊക്കെ കൊടുക്കുന്ന ദിവ്യ രൂപങ്ങളാണ്. രൂപാണി ദിവ്യാണി വരപ്രദാനി സാകം വാചം സ്പൃഹനീയാം വദന്തി. നോക്കിയ ഭഗവാൻ മഹാത്മാക്കളുടെ പെരുമ എടുത്തു പറയുന്നു. അവർക്ക് എന്തു കൊടുത്താലും വേണ്ടാം, അവർക്ക് ഭക്തി മതി എന്നാണ് അവർ പറയും എന്ന് മഹാത്മാക്കളെ പെരുമ എടുത്തു പറയുന്നു. അതിനുശേഷം 24 തത്വങ്ങളെ പറയുന്ന സാഖ്യയോഗം. സംഖ്യ പറഞ്ഞാൽ 1, 2 എന്ന് എണ്ണി പറയുന്നത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ 10 ഇന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, പിന്നെ ലോകത്തിൽ പഞ്ചഭൂതങ്ങളും അതിൻ്റെ ഗുണങ്ങളും 10 10 20. അണ്ടത്തിൽ 10, ഈ പിണ്ടാണ്ടത്തിൽ 10 20. പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം 24. മൊത്തം 24 ഉള്ളൂ. 25 കാലം. ആ കാലം ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്ന സാഖ്യയോഗം ഉപദേശിച്ചു. അതിനുശേഷം അഷ്ടാംഗയോഗം ഉപദേശിക്കുന്നു. ഭഗവാനെ കാണാനുള്ള 8 പടികളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എങ്ങനെ ചിട്ടയായിട്ട് ജീവിക്കണം അത് പറയുന്നതാണ് നിയമങ്ങളൊക്കെ. രാവിലെ എഴുന്നേറ്റ് ആദ്യം നമ്മുടെ കൈ കാണണം. കരാഗ്രേ വസതേ ലക്ഷ്മി. രാവിലെ നല്ല സാധനങ്ങളെ കണ്ടാൽ നല്ലതാണ്. കണ്ണാടി, കൊന്നപ്പൂ, പഴങ്ങൾ, സുവർണം, ദീപം, സുമംഗലി, ആന, കുതിര, പശു ഇതൊക്കെ കണ്ടാൽ നല്ലതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൊല്ലത്തിൽ ഒരു ദിവസം വിഷുക്കണി ദിവസം എല്ലാം ഒന്നിച്ച് വെച്ച് ഒരു ദിവസം കണ്ടാൽ ഒരു വർഷം മുഴുവൻ കണ്ടതായി നമ്മൾ വിചാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയാൽ നല്ലതാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയാൽ നമുക്ക് തന്നെ പേടിയാവും. അതുകൊണ്ട് വേണ്ട, കണ്ണാടി നോക്കാണ്ട, അവരുടെ കൈ നോക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ തന്നെ ലക്ഷ്മി, സരസ്വതി എല്ലാവരും ഇരിക്കുന്നതായി ധ്യാനിച്ചോളൂ. പിന്നെ ഭൂമി തൊട്ടു നമസ്കരിച്ചോളൂ. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലിന് ഭൂമിയെ പ്രാർത്ഥിച്ചിട്ട്
പിന്നെ ബ്രഷ് എടുക്കാൻ ഒരു മന്ത്രമുണ്ട്, ആയുർബലം യശോ വർച്ചഹ. ആ ബ്രഷ് എടുത്ത് ഓരോ സ്ഥലത്തിൽ ഇരുന്നിട്ട് വേണം പല്ല് തേക്കാം. ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് വാക്കിങ് ചെയ്തുകൊണ്ടാണ് പല്ല് തേക്കുന്നു. അത് എന്താണോ അതുകൊണ്ടാണ് ആ എച്ചിൽ മുഴുവൻ വീട്ടിൽ വീണ്, അതാണ് രോഗം വർദ്ധിക്കാൻ കാരണം. ഒരു സ്ഥലത്തിൽ ഇരുന്നിട്ട് പല്ല് തേച്ച് തുപ്പുന്ന സമയത്ത് വലതുവശം തുപ്പാവും പാടില്ലേ, മുമ്പിലും തുപ്പാൻ പാടില്ലേ, ഇടതുവശമേ തുപ്പാവും. ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലേ, കാരണം വാഷ് ബേസിന് മുമ്പിലല്ലേ, നിങ്ങൾ തുപ്പാൻ പറ്റില്ലേ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഉത്തമന്തു നദീസ്നാനം, പുഴയിൽ കുളിച്ചാൽ നല്ലതാണ്. മധ്യമന്തു തടാകതം, കുളത്തിൽ കുളിച്ചാൽ മധ്യമം. കിണറ്റ് വെള്ളം അധമം, പിന്നെ പൈപ്പ് അധമാധമം പറയേണ്ടി വരും. എന്തായാലും കുളിക്കുമ്പോൾ പുണ്യ നദികളെ സ്മരിക്കണം. ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുറുൻ. പുണ്യ നദികളെ സ്മരിച്ചുകൊണ്ട് കുളിക്കണം. കാരണം പഞ്ചമസ്കന്ധത്തിൽ പരീക്ഷിത്തോട് പറയുന്നു ശുകാചാര്യൻ, നമ്മുടെ ഭാരതദേശത്തിൽ നിറച്ചും പുണ്യനദികളുണ്ട്. അന്ന് ശ്രീരാമചന്ദ്ര മഹാസ്വാമിക്ക് പട്ടാഭിഷേകം നടത്തുമ്പോൾ 500 നദികളിൽ നിന്നും പുണ്യവെള്ളം ജലം കൊണ്ടുവന്നു. നദീശതാനാം പഞ്ചാനാം ജലം കുംഭേഷു ചാഹരണ്. ഇപ്പോൾ 500 നദികളുണ്ട്, പക്ഷേ വെള്ളമില്ലേ. ചില നദികളിൽ മാത്രമേ വെള്ളമുള്ളൂ. പറയാറുണ്ട്, ഭാരതപ്പുഴയിൽ മഴ വേനൽക്കാലത്ത് മാന്തി കുളിക്കണം, മഴക്കാലത്ത് കുളിച്ചിട്ട് മാന്തണം. അങ്ങനെയായോ? പുണ്യ നദികളുണ്ട്, അത് നല്ല വെള്ളമായിട്ട് അത് ആവണം. എന്തായാലും ഇവിടെ പറയുന്നു സുഖാചാര്യൻ, നാമഭിരേവ പുനന്തീനാമാത്മനാച്ച ഉപസ്പൃശന്തി. പരീക്ഷിത്ത് പറയുന്നു, എനിക്ക് ഇന്നും 4 ദിവസമേ ഉള്ളൂ, എല്ലാ നദികളിലും കുളിക്കാനുള്ള സമയം ഇല്ലല്ലോ, മരിക്കാൻ പോകുന്ന എനിക്ക് എല്ലാ നദിയിലും കുളിച്ച പുണ്യം കിട്ടുമോ? അപ്പോൾ സുഖാചാര്യൻ പറഞ്ഞു, ആ പുണ്യനദികളുടെ പേര് പറയാം, അത് കേട്ടാൽ തന്നെ കുളിച്ചതിൻ്റെ ഗുണമുണ്ടാവും. നാമഭിരേവ പുണന്തീനാം എന്ന് പറഞ്ഞ് 45 നദികൾ എടുത്തു പറയുന്നു സുഖാചാര്യൻ. ചന്ദ്രവസ, താമ്രപർണി, അവടോത, കൃതമാല, വൈകായസി, കാവേരി, വേണി, പയസ്വിനി, ശർക്കരാവർത്ത, തുംഗഭദ്ര, കൃഷ്ണ, വേണ്യ, ഭീമരഥി, ഗോദാവരി, നിർവിന്ധ്യ, പയോഷ്ണി, താപി, രേവ, സുരസ, നർമ്മദ, ചർമ്മൻവതി, സിന്ധുരന്തശോണശ്ച നദൗ മഹാനദി, വേദസ്മതി, ഋഷികുല്യ, ത്രിസാമ, കൗശികി, മന്ദാകിനി, യമുന, സരസ്വതി, ദൃഷദ്വതി, ഗോമതി, സരയു, രോധസ്വതി, സപ്തവതി, സുഷോമ, സതദ്രൂസ്, ചന്ദ്രഭാഗ, മരുദ്വൃത, വിതസ്ത, അസിഗ്നി, വിശ്വേതി, മഹാനദ്യ. ഒരു ഗദ്യം മുഴുവനും ഇത് പഠിച്ച് നമ്മൾ മണപ്പാടമാക്കി ഹൃദയസ്ഥമാക്കിയാൽ കുളിക്കുന്ന സമയത്ത് കുളിച്ചാൽ മതി, എല്ലാ ഇതിലും കുളിച്ചിൻ്റെ പുണ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ പ്രധാനമായ 7 നദികൾ ഗംഗേ ച യമുനേ ചൈവ അത് പറയാം. പിന്നെ കുളി കഴിഞ്ഞാൽ എല്ലാവരും ഗോപിക്കുരിയോ ഭസ്മമോ എന്തെങ്കിലും നമ്മൾ സ്ത്രീകളായി പൊട്ടു തൊടണം. എന്താ കാരണം? നമുക്ക് ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദുഷ്ടശക്തികൾ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് കുങ്കുമം തൊടുന്നത്. ഇത് നോക്കിയിട്ടാണ് സായബുമാർ പോലും സിഗ്നൽ, റെഡ് സിഗ്നൽ, എന്തിനാ വണ്ടി നിർത്താൻ റെഡ് സിഗ്നൽ വെച്ചു, ചുമപ്പ് കുങ്കുമം പോലെ. എന്താ കാരണം? ദുഷ്ടശക്തി വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് പൊട്ടു തൊടണം. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പൊട്ടു തൊടുന്നത് കാണണമെങ്കിൽ ഭൂതകണ്ണടി വേണം, എവിടെയാണ് നോക്കണം. അക്കളെ ചെറുതായിട്ട് ഇടാൻ പാടില്ല, കുറച്ചെങ്കിലും വലുതായിട്ട് പൊട്ടു തൊടണം. പിന്നെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുത് ആ തീർത്ഥം, ഭഗവാന്റെ തീർത്ഥം സേവിക്കണം. അത് ആദ്യം ഭഗവാന്റെ തീർത്ഥം സേവിച്ചാൽ രോഗപ്രതിഷേധ ശക്തി ഉണ്ടാകും. പണ്ടത്തെ ആൾക്കാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, രോഗപ്രതിഷേധ ശക്തി ഉണ്ടായിരുന്നു. എന്താ കാരണം? പണ്ടത്തെ അച്ഛനമ്മമാർ പറയും, വേഗം അമ്പലത്തിൽ തൊഴുതു വരൂ, പിന്നെയേ കാപ്പി കിട്ടും, കാപ്പിയോ പാലോ, അതിന് വേണ്ടിയെങ്കിലും പോയി തൊഴുതു വരും. അങ്ങനെ ആദ്യം ഭഗവാന്റെ പ്രസാദമായ എന്തെങ്കിലും തീർത്ഥം കഴിച്ചിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പിന്നെ കഴിക്കുന്ന ദിക്ക് പറഞ്ഞിട്ടുണ്ട്, കിഴക്ക് നോക്കി ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം പ്രാങ്മുഖോ ഭുങ്ക്തേ യശസ്യം ദക്ഷിണാമുഖേ. തെക്ക് നോക്കി ഭക്ഷണം കഴിച്ചാൽ യശസ്സും ഉണ്ടാവും. ശ്രിയം പ്രത്യങ്മുഖോ ഭുങ്ക്തേ. പടിഞ്ഞാറ് നോക്കി ഭക്ഷണം കഴിച്ചാൽ പണം കിട്ടും. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പടിഞ്ഞാറ് നോക്കി ഭക്ഷണം കഴിച്ചാൽ പണം കിട്ടും. വടക്ക് നോക്കി ഭക്ഷണം കഴിച്ചാൽ കടം ഉണ്ടാവും. വടക്ക് നോക്കി ഭക്ഷണം കഴിക്കാനും പാടില്ല, ഉറങ്ങാനും പാടില്ല.
ഋണം ഭുങ്ക്തേ ഹ്യുദങ്മുഖ. പിന്നെ ഭക്ഷണം എങ്ങനെ കഴിക്കണം? അരവയർ, പകുതി വയർ ഭക്ഷണം, പിന്നെ കാൽ വയർ വെള്ളം, പിന്നെ കാൽ വയർ കാറ്റ് പോകാൻ സ്ഥലം വിടണം. നമ്മളത് മറക്കും, കാറ്റ് പോകാൻ സ്ഥലമേ കൊടുക്കാറില്ലേ. കഥനക്കുട്ടിക്ക് മതന്ത് അടിക്കുന്നത് പോലെ ഫുൾ ലോഡ് കയറ്റി കഴിച്ചാൽ പിന്നെ എന്താവും? ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സത്താദനം കേൾക്കാൻ പറ്റില്ല, എവിടെ കിടന്നാൽ കൊള്ളാൻ തോന്നിപ്പോകും. അപ്പോൾ അത് അങ്ങനെ വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കണം. ദൗവാഗോ പൂറയേതന്നൈഹി തോയേന ഏകം പ്രപൂറയേത്. ഇതൊക്കെ ശ്രീധരസ്വാമികൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. മാരുതസ്യ പ്രചാരാർത്ഥം ചതുർത്ഥം അവശേഷയേത്. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഒരു 100 അടി നടക്കണം. ഉടനെ കിടക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ഒരു 100 അടി. അത്താഴം കഴിച്ചാൽ അറക്കാതെ നടക്കണം, കുറച്ചുകൂടി കൂടുതൽ നടക്കണം. പിന്നെ സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ കിഴക്ക് തല വെച്ച് കിടക്കണം. അടുത്തൊരു വീട്ടിൽ കിടക്കുമ്പോൾ പടിഞ്ഞാറ് വെച്ച് കിടക്കണം. ഭാര്യയുടെ അച്ഛൻ്റെ വീട്ടിൽ ചെന്നാൽ തെക്ക് തല വെച്ച് കിടക്കണം. വടക്ക് നോക്കി കിടക്കാൻ പാടില്ല. തൻ വീട് പഴഞ്ചൊല്ലുകൊണ്ട് തമിഴിൽ, തൻ വീട് കിഴക്ക്, തങ്കും വീട് മേற்கு, വേട്ടാം തെற்கு, വേണ്ടാം വടക്ക്. നമ്മൾ കിടക്കും മുമ്പ് ചില ശ്ലോകങ്ങളൊക്കെ പറയണം. ഉറക്കം കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഉറങ്ങുന്ന ചില ആൾക്കാരെ സ്മരിക്കണം. അഗസ്ത്യം കുംഭകർണഞ്ച്, അഗസ്ത്യൻ, അഗസ്തിർമാധവശ്ചൈവ മുചുകുന്ദോ മഹാബലഃ, കപിലോ മുനിരാസ്തി കഃ പഞ്ചൈതേ സുഖശായിനഃ. ഈ നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാർ 5 പേരുണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ മതി, നന്നായിട്ട് ഉറക്കം കിട്ടും. അഗസ്തി, മാധവൻ, തിരുവനന്തപുരം പത്മനാഭസ്വാമി, മുചുകുന്ദൻ, നന്നായിട്ട് ഉറങ്ങുന്ന ആളാണ്. ഉറങ്ങുന്ന സമയത്ത് മുചുകുന്ദായ നമഃ ജപിക്കാം. കപില മുനി, നമ്മുടെ കപിലൻ തന്നെയാണ്. പിന്നെ ആസ്തികൻ, ഒരു മഹാത്മാ. കപിലോ മുനിരാസ്തികഃ പഞ്ചൈതേ സുഖശായിനഃ. അങ്ങനെ ഉറങ്ങുന്ന ഭഗവാനെ സ്മരിച്ചാൽ മതി. തിരുവനന്തപുരം പത്മനാഭസ്വാമിയോ ശ്രീരംഗക്ഷേത്രത്തിൽ കിടക്കുന്ന ഭഗവാനെയോ സച്ചിത്തസായി ഭുജഗേന്ദ്രസായി നന്ദാംഗസായി കമലാംഗസായി ക്ഷീരാബ്ധിസായി വടപത്രസായി ശ്രീരംഗസായി രമതാം മനോമേ. ഇങ്ങനെ മഹാത്മാക്കൾ അല്ലെങ്കിൽ കരാരവിന്ദേന പദാരവിന്ദം ആലിലയിൽ കിടക്കുന്ന ആ ഭഗവാന് ഒന്ന് സ്മരിച്ചിട്ട് കിടക്കണം. ഇങ്ങനെയൊക്കെ രാവിലെ മുതൽ രാത്രി പര്യന്തം എങ്ങനെ ജീവിക്കണം, അതോടൊപ്പം ചില ഗുണങ്ങളും പറയുന്നു. അതാണ് യമം, നിയമം. പിന്നെ ഒരു സ്ഥിരമായ ആസനത്തിൽ ഇരുന്ന് അഭ്യസിക്കണം. ഇപ്പോൾ താഴെ ഇരുന്ന് ചമ്മണ മറിഞ്ഞിരിക്കാൻ തന്നെ ഒരാൾക്ക് അറിയത്തില്ല. എല്ലാം മുകളിൽ തന്നെ ഇരുന്ന് അഭ്യാസമായി പോയി. സ്കൂളിലും ഓഫീസിലും പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും അന്നലക്ഷ്മിക്ക് പോലും ഒരു മര്യാദയില്ലാതെ നമ്മൾ കസേരയിലിരുന്ന് കഴിക്കണം. വീട്ടിലെങ്കിലും താഴെ ഇരുന്ന് കഴിച്ച് അഭ്യസിക്കണം. അങ്ങനെ ആസന. പിന്നെ പ്രാണായാമം, മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടി. എന്നാൽ മനസ്സാകുന്ന പക്ഷി പ്രാണനാകുന്ന കയറിൽ കട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രാണൻ നിയന്ത്രിച്ചാലേ മനസ്സ് നിയന്ത്രണത്തിലാവുള്ളൂ. അതിനു വേണ്ടിയാണ് പ്രാണായാമം. പിന്നെ പ്രത്യാഹാരം, പിന്നെ ധാരണ, തൈലധാര പോലെ ഭഗവാന്റെ രൂപം ധ്യാനിക്കണം. ധ്യാനം, ധാരണ, ധ്യാനം, പിന്നെ സമാധി. അഷ്ടാംഗയോഗം ഇവിടെ ഉപദേശിക്കുന്നു. അതിൽ ഭഗവാന്റെ ദിവ്യരൂപം ഭഗവാൻ തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു. 28ാമത്തെ അധ്യായത്തിൽ 21 മുതൽ ഉള്ള ശ്ലോകങ്ങളാണ്. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാല ജ്യോത്സ്നാഭിരാഹതമഹൃദയാന്ധകാരം സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം. നമ്മുടെ കാലുപോലല്ലേ ഭഗവാന്റെ തിരുവടി. ഭഗവാന്റെ തിരുവടിയിൽ ദിവ്യമായ രേഖകളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണണമെങ്കിൽ ഗയാക്ഷേത്രം ഉത്തരഭാരതത്തിൽ കാശിയിൽ നിന്ന് പോകേണ്ടതാണ്. അവിടെ രാത്രി സമയത്തിൽ ഒരു പ്രത്യേക പൂജ ചെയ്യും. ചന്ദനമൊക്കെ ചാർത്തി പിന്നെ അതിൻ്റെ മുന്നിൽ ഒരു തുണി വെച്ചിങ്ങനെ എടുക്കും. അടുത്തുള്ള അതിൻ്റെ ഭഗവാന്റെ പാദം അതേപോലെ തന്നെ നമുക്ക് പ്രസാദമായി തരും. അതിലെ ദിവ്യമായ രേഖകൾ നമുക്ക് നേരിട്ട് കാണാം. വജ്രരേഖ, വജ്രം പറഞ്ഞാൽ വജ്രായുധം, ഇന്ദ്രൻ്റെ കയ്യിലുള്ള ആയുധമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രൻ മലയൊക്കെ ഉടച്ചത്, മലകളുടെ റക്കകൾ. അതുപോലെ നമ്മുടെ ഭക്തന്മാരുടെ പാപങ്ങൾ മല പോലെ കിടക്കുന്നു. അത് ഉടയ്ക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ തിരുവടിയിൽ വജ്രരേഖ. പിന്നെ അങ്കുശം, അങ്കുശം പറയുന്നത് ആണയെ നിർത്തുന്ന തൊട്ടിയാണ്. ഭക്തൻ്റെ മനസ്സാകുന്ന ആണ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് അങ്കുശരേഖ. വജ്ര അങ്കുശ ധ്വജം
കൊടിക്കൂര ഭഗവാന്റെ തിരുവടിയിൽ. അത് എന്തിനാ? ഭക്തനുക്ക് എപ്പോഴും ഉത്സവമായിക്കോട്ടെ, ഉത്സവ സമയത്തല്ലേ കൊടിക്കൂര ഉയർത്താറുള്ളൂ. ഭക്തനുക്ക് എപ്പോഴും ഉത്സവമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കൊടിക്കൂര. വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം, താമര ഭഗവാന്റെ തിരുവടിയിൽ. ഭക്തൻ്റെ മനസാഹുന്ന കുളം, ഭക്തമനസ്സരഹ അമളം കർത്തും കമലം. ഭക്തൻ്റെ മനസാകുന്ന കുളം ഒന്ന് ശുദ്ധമാക്കാൻ വേണ്ടിയാണ് താമര. താമര ഉണ്ടെങ്കിൽ ആ കുളം നല്ല കുളമാണ്, നല്ല വെള്ളമാണ്. താമര വന്നാൽ കുളം ശുദ്ധമാവും, താമര വന്നാൽ നമ്മുടെ നാടും ശുദ്ധമാവും. താമര വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വജ്ര അങ്കുശധ്വജ സരോരുഹ ലാഞ്ചനാട്യം. പിന്നെ യവം എന്ന് ഒരു ധാന്യം, ഗോതമ്പ് പോലെ ഒരു ധാന്യം. ആ യവരേഖ അത് എന്തിനാ? ഭക്തനുക്ക് യശസ് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ദിവ്യരേഖകളുള്ള ഭഗവാന്റെ തിരുവടി, പിന്നെ ഭഗവാന്റെ മുട്ടുക്കാൽ, ഭഗവാന്റെ തൊട, പിന്നെ ഒவ்வொரு അവയവങ്ങളും ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. പ്രധാനമായിട്ട് ഭഗവാന്റെ പുഞ്ചിരി, ആ പുഞ്ചിരിയെ ധ്യാനിച്ചാൽ മതി, നമ്മുടെ സകല ശോകങ്ങളും നാശമാവും. ഹാസം ഹരേഹി അവനതാഖില ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം എന്ന ഭഗവാന്റെ ദിവ്യരൂപം വർണ്ണിച്ചു. അതിനുശേഷം 4 വിധമായ ഭക്തിയെ വർണ്ണിക്കുന്നു. താമസം, രാജസം, സാത്വികം, നിർഗുണം. അടുത്തവർക്ക് സങ്കടം വരണം, അടുത്തവർ നശിക്കണം വിചാരിച്ച് ചില ആളുകൾ ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തും. ഇത് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താൻ ഇപ്പോൾ ആരുടെ നക്ഷത്രം പേര് പറയണം? നമുക്ക് തന്നെ പൂജിക്കുന്ന ആളുകൾ തന്നെ ഈ ആളുടെ നക്ഷത്രമാണോ, അവിടെ ശത്രുവിൻ്റെ നക്ഷത്രം പേരാണോ സംശയം ഉണ്ടാവും. ഇപ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി പറഞ്ഞാൽ ശത്രു ഇല്ലേ, ശത്രുത്വ ഭാവം ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടി നമുക്ക് പുഷ്പാഞ്ജലി വേണമെങ്കിൽ നടത്താം. അങ്ങനെ അടുത്തവർക്ക് സങ്കടം വരണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് താമസഭക്തി. ഇവിടെ പൊള്ളാച്ചി പോകുന്ന അടുത്ത് അവിടെ മാസാണി അമ്മ ഒരു അമ്മയുടെ ക്ഷേത്രമുണ്ട്. അവിടെ മുളക് കൊണ്ട് അവർക്ക് അഭിഷേകം നടത്തും. അതിനടത്തിയാൽ ശത്രുക്ക് മുളക് അമ്മയുടെ ശരീരത്തിൽ മുളക് തേച്ചാൽ ശത്രുയുടെ ശരീരം എറിയാൻ തുടങ്ങും, കത്താൻ തുടങ്ങും. അതിനു വേണ്ടി പ്രത്യേക അവിടെ വഴിപാടുണ്ട്. പക്ഷേ അത് നമ്മൾ ശത്രു വിചാരിച്ച് വേറെ ശത്രു ഇല്ലാത്ത ആൾക്ക് ഇങ്ങനെ തേച്ചാൽ നമ്മുടെ ശരീരം തന്നെ എറിയാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ താമസഭക്തിയിൽ സൂക്ഷിക്കണം. കുറച്ച് മാറിപ്പോയാൽ അത് നമുക്ക് തന്നെ ദുഃഖമായി തീരും. അപ്പോൾ ആ താമസഭക്തി പാടില്ല. രാജസഭക്തി കുഴപ്പമില്ല. വിഷയാണഭിസന്ധായ യശ ഐശ്വര്യമേവ. യശസ് വേണം, ഐശ്വര്യം വേണമെന്ന് ഭഗവാനോട് ചോദിച്ചാൽ അത് രാജസഭക്തി. എനിക്ക് മോക്ഷം തരണേന്ന് പ്രാർത്ഥിച്ചാൽ അത് സാത്വിക ഭക്തി. മോക്ഷം പോലും വേണ്ടാം എന്ന് പറയുന്ന ഭക്തിയാണ് ഹനുമാൻ സ്വാമിയെ പോലെ, ഗോപികമാരെ പോലെ, പ്രഹ്ലാദനെ പോലെ ചെയ്യുന്ന ഭക്തിയാണ് സാത്വിക ഭക്തി. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈ മൈസുരസരിതൗഘ പ്രഖ്യചിത്താനുവൃത്തി ഭജതി പരമഭക്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീ. അതിനുശേഷം ജീവൻ ഗതാഗതിയെ വർണ്ണിക്കണം. പുണ്യം കൂടുതലുള്ള ജീവൻ സ്വർഗത്തിലും പാപം കൂടുതലുള്ള ജീവൻ നരകത്തിലും, രണ്ടും സമമായി തീരുമ്പോൾ ഭൂലോകത്തിലേക്കും ആ ജീവൻ വരും. ആദ്യം മേഘമണ്ഡലത്തിൽ വീഴും, മേഘമണ്ഡലത്തിൽ നിന്നും ധാന്യമായി തീരും. ധാന്യത്തിൽ നിന്നും യുവാവിൻ്റെ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒപ്പം ചെന്ന് അവൻ്റെ ശക്തിയായി മാറി പിന്നെ സ്ത്രീ ഗർഭത്തിൽ ചെന്ന് 10 മാസം ആ ജീവൻ എങ്ങനെ വളരുന്നു ഇവിടെ വർണ്ണിക്കുന്നു. ആ ജീവൻ 7ാമത്തെ മാസം തന്നെ ബോധമുണ്ടാവും. ആ ജീവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ജീവസ്തുതി, ജന്തുസ്തുതി ഇവിടെ വർണ്ണിക്കുന്നു. തസ്യോപസന്നമവിതം ജഗദിച്ഛയാത്ത നാനാതനോർഭുവി ചലച്ചരണാരവിന്ദം സോഹം വ്രജാമി ശരണം ഹ്യകുതോ ഭയം മേ ഏനേദസി ഗതിരദർശി അസതോനുരൂപ. ഭഗവാനെ, പൂർവ്വജന്മത്തിൽ നിനക്ക് ഒരു തുളസി സമർപ്പിച്ചിട്ടില്ലേ, നിനക്ക് ഒരു നമസ്കാരം ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ് ഈ ഗർഭവാസമാകുന്ന ദുഃഖം അനുഭവിക്കുന്നു. ഗർഭത്തിലിരിക്കുന്ന ജീവനക്ക് എത്ര ദുഃഖം. കുറച്ചു നേരം ലൈറ്റ് ഫാനില്ലെങ്കിൽ നമുക്ക് ദുഃഖമാവുന്നു. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ജീവനക്ക് ലൈറ്റും ഇല്ല, ഫാനും ഇല്ല. 10 മാസം. എത്ര വലിയ മഹാറാണിയായാലും, മൈസൂർ മഹാറാണി ഗർഭവതിയായി പറഞ്ഞിട്ട് ഇലക്ഷനെ വിളിച്ച് തൊണ്ടയിൽ ലൈറ്റ് ഫാനും ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല.
ഏത് മഹാറാണിയായാലും ആ ഗർഭത്തിൽ കിടക്കുന്ന ജീവനക്ക് ദുഃഖം തന്നെയാണ്. ആ ജീവൻ ഇങ്ങനെ തൊഴുത് പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സ്കാനിൽ നോക്കിയാൽ കാണാം. ഇങ്ങനെ ഇരിക്കും ഗർഭത്തിലിരിക്കുന്ന ജീവൻ. കൈ ഇങ്ങനെ വിരൽ മടക്കി വെച്ചിരിക്കും. 1, 2, 10 മാസം ആയിട്ടുള്ളൂ, എപ്പോഴാണ് പുറത്ത് പോകും. അങ്ങനെ അമ്മ മാസം എണ്ണം വയ്ക്കുന്നത് പോലെ ആ ജീവനും എണ്ണം വെച്ചുകൊണ്ടിരിക്കും. പിന്നെ പുറത്ത് വരുമ്പോൾ ഒരു കാറ്റ് കൊണ്ട് പുറത്ത് വരും. അത് അപ്പോൾ എല്ലാം മറക്കും. മറന്ന് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും ഈ ജീവൻ. അതിൽ പാപിയായ കുട്ടിയാണെങ്കിൽ ഈ അമ്മ മാറി മാറി കൊടുക്കും. കാരണം ഈ കുട്ടി വിശന്ന് കരയുമ്പോൾ മരുന്ന് വായിൽ ഒഴിക്കും, വയറ് വേദന കൊണ്ട് കരയുമ്പോൾ പാൽ ഒഴിക്കും. വേണ്ടാൻ പറയാൻ പറ്റില്ല, ഇങ്ങനെ മൂക്ക് പിടിച്ച് അതുകൊണ്ടാ വായിലിടും. ഇങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ ദുഃഖം. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ കൂടുതൽ ദുഃഖം. 5 വയസ്സായി കഴിഞ്ഞാൽ എല്ലിൻ്റെ മുകളിൽ 1 kg പുസ്തകം വെച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടും. இந்த 1 kg പുസ്തകം ഇത് എല്ലിൻ്റെ മുകളിൽ പിടിച്ച് തൂക്കി ഇത് എടുത്ത് 1 കൊല്ലമാകുമ്പോൾ ഈ ശരീരം തന്നെ പോലെ അതുകൊണ്ടാണ് അടുത്ത kg UKG അവർ പേര് വെച്ചിരിക്കുന്നു. LKG ശേഷം UKG. കാരണം ഈ പുസ്തകം എടുത്ത് കുട്ടികൾ നിൽക്കുന്നത് കണ്ടാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് അവർ ഇരിക്കുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ദുഃഖം. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടാനുള്ള ദുഃഖം. ജോലി കിട്ടിയാൽ പിന്നെ ആൾ കിട്ടാനുള്ള ദുഃഖം. ഇങ്ങനെ ഈ ജീവൻ ഇതിൻ്റെ ഇടയിൽ അമ്പലത്തിലോ സപ്താഹത്തിനോ വന്നാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അങ്ങനെ ജീവൻ സത്സംഗത്തിൽ വന്നാൽ രക്ഷപ്പെടും. ഞാൻ ഇവിടെ പറയുന്നു. അപ്പോൾ ഭഗവാനോട് ദേവഹൂതി പറയുന്നു, നീ പറഞ്ഞ ഈ യോഗങ്ങളൊക്കെ സാഖ്യയോഗം, അഷ്ടാംഗയോഗം, ഭക്തിയോഗമൊക്കെ എന്നെ കൊണ്ട് പറ്റില്ലേ? നിൻ്റെ നാമം ജപിച്ചാൽ മതിയാണോ ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ നാമം ജപിച്ചാൽ മതി, ഞാൻ രക്ഷിച്ചോളാം. ഉടനെ ദേവഹൂതി ആ ഭഗവാന്റെ നാമം ജപിച്ചു. ആ ഭഗവാന്റെ പേരാണ് വാസുദേവൻ. നമ്മൾ ചേർത്ത് പറയും കപില വാസുദേവൻ എന്നപ്പോൾ നമ്മൾ പറയും വാസുദേവ വാസുദേവ ജപിച്ചു. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ നന്ദകുമാര ഹരേ നവനീത ചോര ഹരേ നന്ദകുമാര ഹരേ നവനീത നന്ദകുമാര വര നവനീത ചോര ഹരേ നന്ദകുമാര വര നവനീത ചോര ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ गोपी मन चोर गोपाल कृष्ण हरे गोपी मन चोर गोपाल कृष्ण गोपाल कृष्ण हरे गोपाल कृष्ण देवदेव वासुदेव हरे कृष्ण देवदेव वासुदेव हरे कृष्ण.